നമസ്കാരം. അയം ബ്രഹ്മ യോഗയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശിഥിലീകരണ വ്യായാമങ്ങളുടെ മൂന്നാമത്തെ ഭാഗമാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നട്ടലിൻ്റെ എല്ലാ വശങ്ങളിലേക്കുമുള്ള സ്ട്രെച്ചിങ്സ് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള വ്യായാമങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ഹിപ്പ് ജോയിൻസിനുള്ള സ്ട്രെച്ചിങ്സുമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ സാധാരണ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ നട്ടലിനെ നമ്മളൊരു പക്ഷേ മുന്നോട്ട് വളയുമായിരിക്കും. നമ്മുടെ പ്രവൃത്തികളിൽ ജീവിതത്തിന് മറ്റുള്ള ജോലികളും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് പിറകിലേക്ക് വളയുക, അല്ലെങ്കിൽ അതുപോലെ സൈഡിലേക്ക് ഉള്ള ട്വിസ്റ്റ് കൊടുക്കുക, വശങ്ങളിലേക്ക് ചെരിയുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ സാധാരണയായിട്ട് ചെയ്യാറില്ല. അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് വരാറുണ്ട്. അപ്പോൾ അങ്ങനെ നട്ടലിൻ്റെ എല്ലാ വശങ്ങളിലേക്കുമുള്ള സ്ട്രെച്ചിങ്സ് കിട്ടുക, അതുപോലെ തന്നെ നമ്മുടെ ഹിപ്പ് ജോയിൻസിനുള്ള വ്യായാമങ്ങളുമാണ് ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ നിവർന്ന് നിൽക്കുക. രണ്ട് കാലുകളും തോളുകൾക്ക് സമമായിട്ട് വയ്ക്കുക. അപ്പോൾ ചേർത്ത് വയ്ക്കുക. ഇരുവശങ്ങളിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തോളുകൾക്ക് സമമായിട്ട് നിൽക്കും. കാൽപാദങ്ങൾ നേരെ മുന്നോട്ട് വരത്തക്ക രീതിയിൽ നിൽക്കുക. കാൽപാദങ്ങൾ ഒരിക്കലും ഇങ്ങനെ ചെരിച്ച് വെക്കരുത്. രണ്ടും നേരെ മുന്നോട്ട് വരുന്ന പോലെ നിൽക്കുക. അതിനുശേഷം നട്ടെല്ലാം നിവർന്ന് നിന്ന് ഇടത് കൈ നമ്മുടെ ഇവിടെ സൈഡിൽ വയ്ക്കുക. വലത് കൈ നേരെ മുകളിലേക്ക്. ശ്വാസം എടുത്തുകൊണ്ട് കയ്യിലേക്ക് നോക്കുക. ശ്വാസം വിടുന്ന സമയത്ത് അതുപോലെ ഇടത് സൈഡിലേക്ക് പരമാവധി തിരിഞ്ഞ് അങ്ങോട്ട് വലിയ ശ്വാസം എടുത്ത് നിവർന്ന് വരികയും അതോടൊപ്പം കൈ നേരെ ഇവിടെ വെച്ച് ഇടത് കൈ മുകളിലേക്ക് ഉയർത്തി പരമാവധി അങ്ങോട്ട് സ്ട്രെച്ച് ചെയ്യുക. കയ്യിലേക്ക് നോക്കുക. ശ്വാസം എടുത്ത് വീണ്ടും വലത് കൈ, വീണ്ടും ശ്വാസം എടുക്കുക. ശ്വാസം വിടുന്ന സമയത്ത് സൈഡിലേക്ക് കൈയിലേക്ക് നോക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളൊരിക്കലും ഇങ്ങനെ ചെയ്യരുത്. ഇത് ചെയ്യുമ്പോൾ നമുക്ക് നട്ടലിൻ്റെ നമ്മുടെ സ്പൈനിന് സൈഡിലേക്കുള്ള സ്ട്രെച്ചിങ് കിട്ടില്ല നമ്മളിന്ന് വരുമ്പോൾ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നേരെ കയ്യിലേക്ക് നോക്കുക. ഇതുപോലെ തന്നെ നോക്കിയിട്ട് സൈഡിലൂടെ തന്നെ വരിക. മുന്നോട്ട് വളഞ്ഞ് ചെയ്യരുത്. രണ്ട് സൈഡിലേക്കും ചെയ്യുക. ഇത് ഒരു 5 തവണ ചെയ്യാം. ഇതിപ്പോൾ നിങ്ങൾ തുടക്കത്തിൽ ചെയ്യുമ്പോൾ ഒരു പക്ഷേ ഇത്ര അധികം നിങ്ങൾക്ക് സ്ട്രെച്ച് ആവില്ല. അപ്പോൾ നിങ്ങൾ ഇത്രയും ചെയ്യാൻ സാധിക്കുന്നുവെങ്കിൽ ഇത്രയും ചെയ്യുക. നേരെ വരിക, കൈമാറുക, ഇത്രയും ചെയ്യുക. അങ്ങനെ നിരന്തരം ചെയ്ത് പരമാവധി സാവധാനത്തിൽ ചെയ്തുകൊണ്ടിരിക്കുക. ഇനി നമ്മൾ നട്ടലിനെ രണ്ട് വശങ്ങളിലേക്കും ട്വിസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കാല് നമ്മുടെ തോളുകൾക്ക് സമമായിട്ട് വയ്ക്കുക. കൈകൾ രണ്ടും ചെസ്റ്റിൽ ഇവിടെ വയ്ക്കുക. ശ്വാസം എടുക്കുക. പരമാവധി ശ്വാസം എടുക്കുക. ശ്വാസം വിടുന്ന സമയത്ത് ശ്വാസം വിടുന്നതിനോടൊപ്പം കൈ പരമാവധി കൊണ്ടുപോകുക. കയ്യിലേക്ക് നോക്കുക. ശ്വാസം എടുത്ത് നേരെ വരിക. ഇപ്പോൾ ശ്വാസം ഉള്ളിലായിരിക്കും. വീണ്ടും ശ്വാസം വിടുന്ന സമയത്ത് ശ്വാസം എടുത്ത് നേരെ വരാം. ഇങ്ങനെ രണ്ട് വശങ്ങളിലേക്കും 5 തവണ വീതം ചെയ്യുക. ശ്വാസം അകത്തേക്ക്, അപ്പോൾ ഇത് നിങ്ങൾ 5 തവണ വീതം ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ മൂവ്മെൻറ്റ്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ ഇതാണെങ്കിലും ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്പൈനൽ ട്വിസ്റ്റ് കിട്ടുന്നതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിന് സൈഡിലേക്ക് അടിഞ്ഞു കൂടിയിട്ടുള്ള കൊഴുപ്പ് നീക്കം ചെയ്യുന്നതിനും പേശികൾക്കൊക്കെ നല്ല ലാഘവത്വം കിട്ടുന്നതിനൊക്കെയാണ് നമ്മളിത് ചെയ്യുന്നത്. ഇനി നമ്മൾ അടുത്ത് ചെയ്യുന്നത് ഹിപ്പ് മൂവ്മെൻറ്റ്സ് ആണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് നമ്മൾ ഹിപ്പ് റൊട്ടേഷനാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഇതുപോലെ തന്നെ നമ്മൾ കാല് സ്വല്പം നമ്മുടെ തോളിൻ്റെ അകലത്തിൽ വെച്ച് നിന്നിട്ട് രണ്ട് കൈകളും നമ്മുടെ അരക്കെട്ടിൽ വയ്ക്കുക. എന്നിട്ട് ആദ്യം നമ്മൾ ഒരു 4 സ്റ്റെപ്പായിട്ട് ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുക. ആദ്യം നമ്മൾ നമ്മുടെ ഹിപ്പിനെ ഇടത് സൈഡിലേക്ക് കൊണ്ടുപോയി നേരെ ഫ്രണ്ടിലേക്ക്, വലത് സൈഡിലേക്ക്, നേരെ ബാക്കിലേക്ക്, വീണ്ടും ഇടത്, ഫ്രണ്ട്, വലത്, ബാക്ക്. അങ്ങനെ 4 സ്റ്റെപ്പായിട്ട് ചെയ്യുക. അങ്ങനെ അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ പിന്നെ കൃത്യമായിട്ട് റൗണ്ടായിട്ട് ചെയ്ത് പരിശീലിക്കുക. ഇങ്ങനെ നമുക്ക് ഒരു 5 തവണ ഒരു വശത്തേക്ക് ചെയ്യുക. അതിനുശേഷം ഇപ്പോൾ നമ്മൾ ഇടതുവശത്തേക്ക് തുടങ്ങിയതുപോലെ ആദ്യം വലതുവശത്തേക്ക് മുന്നോട്ട്, ഇടതുവശത്തേക്ക് പിറകിലേക്ക്,
വലതുവശത്തേക്ക്, മുന്നോട്ട്, ഇടതുവശത്തേക്ക്, പിറകിലേക്ക്. ഇങ്ങനെ തിരിച്ചും ഒരു 5 തവണ നമ്മൾ റൗണ്ടായിട്ട് ചെയ്യുക. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ കാലുകൾ തറയിൽ ഉറപ്പിച്ച് വയ്ക്കുക, പാദങ്ങൾ രണ്ടും മുന്നോട്ടാക്കി വയ്ക്കുക, തല നമ്മൾ വെച്ചിട്ടുള്ള സ്ഥലത്ത് തന്നെ നിർത്തുക. എന്നിട്ട് നടു മാത്രം റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ആദ്യം നീക്കാൻ സാധിക്കില്ല, അത് സാവധാനം പരിശീലിച്ച് ശരിയാക്കി കൊണ്ടുവരിക. അങ്ങനെ 5 തവണ ഇടതുവശത്തേക്കും 5 തവണ വലതുവശത്തേക്കും ചെയ്യാം. ഇത് നമ്മൾ ഹിപ്പ് മൂവ്മെൻറ്റിൻ്റെ രണ്ടാമത്തെ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഇത് കുറച്ച് നമ്മൾ ബാലൻസ് ചെയ്ത് നിന്നിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അത് നമ്മളെ കൊണ്ട് എത്രയാണോ ചെയ്യാൻ സാധിക്കുക അങ്ങനെ ചെയ്യുക. ഫസ്റ്റ് ഘട്ടം നമ്മൾ ഇടത് കാലിൽ ചെയ്യുക, നിന്നിട്ട് കൈകൾ രണ്ടുകൂടെ വയ്ക്കുക. എന്നിട്ട് നമ്മൾ കാല് മുന്നോട്ട് പറ്റുന്നത്രയും കൊണ്ടുവരിക, അതുപോലെ പിറകിലേക്ക്. ശ്വാസം എടുത്ത് മുന്നോട്ടും, ശ്വാസം വിടുമ്പോൾ പിറകിലേക്കും കാല് കൊണ്ടുപോവുക, മുന്നോട്ട് കൊണ്ടുവരിക, പിറകിലേക്ക് കൊണ്ടുപോവുക. ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുക. ഇത് കാല് വെച്ചതിന് ശേഷം നമ്മൾ വലത് കാലിലും ഒരു 5 തവണ വീതം 2 കാലിലും പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് ഇത്രയും ചെയ്യാൻ പറ്റുന്നുണ്ടാവുള്ളൂ. അങ്ങനെ ബാലൻസ് ചെയ്ത് നിന്നിട്ട് പരമാവധി ചെയ്ത് 2 കാര്യമാണ്. ഒന്ന്, നമ്മളൊരു ബാലൻസ് ഉണ്ടാക്കിയെടുക്കുന്നതിനും അതിനോടൊപ്പം തന്നെ നമ്മുടെ ഹിപ്പ് ജോയിൻറ്റുകൾക്കൊക്കെ ഉള്ള ഒരു വ്യായാമം കിട്ടുന്നതിനും വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇനി നമ്മൾ കുറച്ചുകൂടി പ്രാക്ടീസ് ചെയ്തിട്ട് വരുമ്പോൾ കുറച്ചുകൂടി ഹെൽത്തി ആയിട്ടുള്ള ആളുകളാണ്, കുറച്ചുകൂടി നന്നായിട്ട് ചെയ്യാൻ കഴിയുന്ന ആളുകളാണെങ്കിൽ നമ്മുടെ കൈ ഷോൾഡർ ലെവലിൽ വെക്കുക. എന്നിട്ട് ഈ ചെയ്ത് തന്നെ ഒന്നുകൂടി കാല് ഉയർത്തിയിട്ട് ചെയ്യുക. നമ്മുടെ തോളിൻ്റെ ലെവലിൽ കൈ വയ്ക്കുക, എന്നിട്ട് പരമാവധി ചെയ്യാം. ഇങ്ങനെ ഒരു 5 തവണ ഇടത് കാല് ചെയ്യുക. അതിനുശേഷം 5 തവണ ഇത് തന്നെ വലത് കാലിലും ചെയ്യാം. പരമാവധി ഉയർത്തി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത് നമ്മൾ കൃത്യമായിട്ട് ചെയ്തു തുടങ്ങുക. തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ള യോഗയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇത് ആസനങ്ങളല്ല, നമ്മുടെ ആസനങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ശരീരത്തെ സജ്ജമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശിഥിലീകരണ വ്യായാമങ്ങളാണ് ഇപ്പം നമ്മൾ ചെയ്തിട്ടുള്ളത്. അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. നന്ദി.